ഹായ് എവരി വൺ, വെൽക്കം ടു ഷാജീസ് കിച്ചൺ മലബാർ. ഇത് എൻ്റെ ഷാജീസ് കിച്ചൺ ഷോപ്പാണേ. ഇവിടെ സ്പെഷ്യൽ ഗസ്റ്റ് വന്നതുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ടിഫിൻ ബോക്സ് ഐറ്റം കൂടിയാണ് ഇത്. അത് നമ്മൾക്ക് ആദ്യമേ നേന്ത്രപ്പഴമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി നമുക്ക് മതിയാകും. നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ അളവനുസരിച്ചിരിക്കുവേ. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. നമ്മൾ എത്ര ബ്രെഡ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് ബനാന വേണ്ടി വരും. വളരെ സിമ്പിളാണ്. ഞാൻ അതിലേക്ക് ഒരു അരക്കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ടയും പൊട്ടിച്ച് ആ പാലിനകത്തേക്ക് തന്നെ ഒഴിച്ച് കുറച്ച് ഷുഗറും ഒരു പൊടി ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ സാധാരണ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ നിന്ന് ഇടയ്ക്കൊരു പഴമൊക്കെ കൂട്ടി കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാരണം എഗ്ഗുണ്ട്, നേന്ത്രപ്പഴമുണ്ട്, പിന്നെ ബ്രെഡും കൂടെ ചേർന്നാവുമ്പോൾ ശരിക്കും നമ്മുടെ വിശപ്പൊക്കെ ഒന്ന് മാറും. ഞാൻ ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പാർട്ട് അങ്ങ് കട്ട് ചെയ്ത്, ഞാനിവിടെ സാൻഡ്വിച്ചിൻ്റെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ബ്രെഡിലും ചെയ്യാൻ പറ്റും. ഞാൻ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്ത് അതിൻ്റെ സെൻറ്ററിലെ പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റും. നമ്മൾ ഇതും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മാറ്റി വയ്ക്കുക. വേഗം കഴിയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നമുക്ക് എത്ര സിമ്പിളായിട്ട് എത്ര പേർക്ക് വേണമെങ്കിലും ഇത് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗീക്ക് പകരം ഓയിലാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഗീയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഗീ ചേർത്തത്. അതിനകത്തേക്ക് ആ ബ്രെഡിൻ്റെ കട്ട് ചെയ്ത പീസ് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബനാന പീസസ് ഉണ്ടല്ലോ, അത് അതിനകത്തേക്ക് ആ ബ്രെഡിൻ്റെ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗത്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും പാലും പഞ്ചസാരയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഇതിന് മുകളിലായിട്ട് നമ്മൾ ആദ്യം ബ്രെഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസ് വെച്ച് ഒന്ന് പ്രസ് ചെയ്യണം. അതിന് ആദ്യമേ കുറച്ച് എഗ്ഗിൻ്റെ ആ ബാറ്റർ കൂടുതൽ ഒഴിക്കാമെങ്കിൽ നമുക്കത് ഒട്ടിപ്പിടിച്ചിരിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് വളരെ സൂക്ഷിച്ചൊന്ന് മറിച്ചിടണേ. മറിച്ചിട്ടിപ്പം ഒരു ബനാനയുടെ പീസ് അടിയിലായി പോയിട്ടുണ്ട്. ഞാൻ അതൊരുത്ത് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് 2 സൈഡും ഒന്ന് റെഡി ആവണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഇത്ര ഈസി ആയിട്ടൊരു റെസിപ്പി കിട്ടിയിട്ട് ചെയ്യാതെ പോകരുത്. ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും പറ്റും. അതിൻ്റെ കൂടെ ഒരു ജ്യൂസും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റായി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ലേ. അപ്പം ഇങ്ങനെ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഒന്ന് ചെയ്തു കൊടുത്താൽ വളരെ അവർക്ക് ഉപകാരപ്പെടുന്നതാണ്. ഞാൻ ഇതിപ്പോൾ ഹസ്ബൻഡ് ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. ഓക്കെ, കുഴപ്പമില്ലെന്ന് പറയും തോന്നുന്നു. ഓക്കെ, താങ്ക് യു. അങ്ങനെ ആദ്യം ഒന്ന് കഴിച്ച് പിന്നെ രണ്ടാമതും കൂടെ കഴിക്കണമെങ്കിൽ അത്രമേ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen Malabar.